ഭൂമിയിലെ ഏറ്റവും അപകടം പിടിച്ച 50 കിലോമീറ്റർ. ഒരു വശത്ത് ഇറാന്റെ മിസൈൽ ബോട്ടുകൾ, മറുവശത്ത് അമേരിക്കയുടെ 5ാം നാവികപ്പട. പശ്ചിമേഷ്യ കത്തി എരിയുകയാണ്. ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു മരുന്നുകുറ്റിയായി ലോകം മാറിയിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ ലോകം 3ാം ലോക മഹായുദ്ധത്തിന് വക്കിലാണോ എന്ന് എല്ലാവരും ഭയപ്പെടുന്നുണ്ട്. ഈ യുദ്ധമുഖത്തിന്റെ നടുവിലാണ് ഹോർമുസ് കടലിടുക്ക് എന്ന ആ ഇടുങ്ങിയ കടൽപാത സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിന്റെ ശ്വാസം മുട്ടിക്കാൻ ശേഷിയുള്ള ഈ പാതയിലൂടെയാണ് ആഗോള എണ്ണ നീക്കത്തിന്റെ 20% നടക്കുന്നത്. ലോകം മുഴുവൻ ഈ പാതയിലേക്ക് ഭീതിയോട് നോക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം സംഭവിക്കുന്നു. കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന നൂറുകണക്കിന് വിദേശ കപ്പലുകളെ നോക്കുകുത്തിയാക്കി ഇറാന്റെ പ്രത്യേക സൈനിക സുരക്ഷയിൽ ചില കപ്പലുകൾ മാത്രം പുറത്തേക്ക് വരുന്നു. ആ കപ്പലുകൾക്ക് കാവലായി വരുന്നത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തുറ്റ യുദ്ധക്കപ്പലുകളാണ്. അതെ, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് മാത്രം ലഭിക്കുന്ന വിശിഷ്ട പരിഗണനയുടെ കഥയാണിത്. എങ്ങനെയാണ് സംഘർഷഭരിതമായ ഈ അന്തരീക്ഷത്തിൽ ഇന്ത്യക്ക് മാത്രം ഇറാൻ ഈ സുരക്ഷിത പാത ഒരുക്കിയത്? എസ് ജയശങ്കർ എന്ന നയതന്ത്ര മാന്ത്രികൻ ടെഹ്റാനിൽ നടത്തിയത് എന്ത് നീക്കങ്ങളാണ്? ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്ന ശിവാലിക് എന്ന LPG ടാങ്കറും ഷെൻലോങ് സൂയിസ് മാക്സ് എന്ന എണ്ണക്കപ്പലും വെറുമൊരു ചരക്ക് നീക്കമല്ല, മറിച്ച് ഇന്ത്യയുടെ ആഗോള നയതന്ത്ര വിജയത്തിന്റെ വിളംബരമാണ്. നമുക്ക് ഈ തന്ത്രപ്രധാന നീക്കത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കാം. നമ്മുടെ ചർച്ചയുടെ ഗൗരവം മനസ്സിലാക്കാൻ ഈ കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം നമ്മൾ അറിയണം. പേർഷ്യൻ ഉൾക്കടലിനും ഒമാൻ ഉൾക്കടലിനും ഇടയിലുള്ള ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ എണ്ണപ്പാതയാണ്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈത്ത്, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ലോക വിപണിയിൽ എത്തുന്നത് ഈ ചെറിയ വിടവിലൂടെയാണ്. ഇതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് കേവലം 33 കിലോമീറ്റർ മാത്രമാണ് വീതിയുള്ളത്. ആഴമാകട്ടെ ശരാശരി 60 മീറ്ററിൽ താഴെയും. അതായത് അവിടെ ഒരു കപ്പൽ മുങ്ങിയാൽ പോലും ആ പാത മുഴുവൻ ബ്ലോക്ക് ആയേക്കാം. ഇറാൻ ഈ പ്രദേശം സൈനികമായി സീൽ ചെയ്താൽ ലോകത്തിലെ ഇന്ധനവില ഇരട്ടിയാകാൻ ദിവസങ്ങൾ മതി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊർജ്ജ ഇറക്കുമതിയുടെ വലിയൊരു പങ്കും ഈ വഴിയിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമുസിലെ ഓരോ ചലനവും ഇന്ത്യയുടെ അടുക്കളകളെയും സാമ്പത്തിക വ്യവസ്ഥയും നേരിട്ട് ബാധിക്കുന്നവയാണ്. സംഭവങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു? പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം ഒരു നേരിട്ടുള്ള പോരാട്ടമായി മാറി. ഇതിനിടയിലാണ് ഇറാന്റെ തലവൻ കൊല്ലപ്പെടുന്നത്. ഉടൻ തന്നെ ഇറാൻ തങ്ങളുടെ തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ടായേക്കാം എന്ന റിപ്പോർട്ടുകൾ വന്നു. ഇതോടെ ഹോർമുസ് കടലിടുക്ക് വഴി സഞ്ചരിക്കുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുതിച്ചുയർന്നു. പല രാജ്യങ്ങളും ഈ റൂട്ട് ഉപേക്ഷിച്ചു. ഇന്ത്യൻ കപ്പലുകളും ഈ പ്രതിസന്ധിയിൽപ്പെട്ടു. സൗദിയിലെ റാസ് തനുരയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി പുറപ്പെട്ട ഷെൻലോങ് സൂയിസ് മാക്സ് എന്ന ടാങ്കർ ദിവസങ്ങളോളം കടലിടുക്കിൽ കുടുങ്ങി. കപ്പലിലെ ജീവനക്കാരും സർക്കാരും ആശങ്കയിലായി. ഇന്ത്യയിലേക്ക് വരാനിരുന്ന LPG ടാങ്കറുകൾക്ക് ഇറാന്റെ സൈനിക അനുമതി ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. ഒരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് ഇന്ത്യ നീങ്ങുകയാണോ എന്ന് ലോകം ഉറ്റുനോക്കിയ നിമിഷങ്ങൾ. പ്രതിസന്ധി രൂക്ഷമായതോടെ ഇന്ത്യയുടെ നയതന്ത്ര തന്ത്രം സജീവമായി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ നേരിട്ടിടപെട്ടു. ഇറാന്റെ പുതിയ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഘിയുമായി അദ്ദേഹം നിരന്തരം സംസാരിച്ചു. ഇവിടെയാണ് ഇന്ത്യയുടെ മൾട്ടി അലൈൻമെന്റ് പോളിസിയുടെ വിജയം നമ്മൾ കാണുന്നത്. അമേരിക്കയുടെ അടുത്ത സുഹൃത്തായിരിക്കുമ്പോഴും ഇറാന്റെ താല്പര്യങ്ങളെ ഒരിക്കലും തള്ളിക്കളയാത്ത നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. ഇറാനിലെ ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ നൽകുന്ന പിന്തുണയും ചരിത്രപരമായ ബന്ധങ്ങളും ഇവിടെ നിർണായകമായി. ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി നടത്തിയ പ്രസ്താവന ലോക മാധ്യമങ്ങൾ അത്ഭുതത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യ ഇറാന്റെ പ്രധാന പങ്കാളിയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളുടേത് കൂടിയാണ്. അതുകൊണ്ട് ഇന്ത്യയെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണ്. യുദ്ധഭൂമിയിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പായിരുന്നു ഇത്. ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഇറാൻ ഗ്രീൻ സിഗ്നൽ നൽകുന്നത്. ഇറാൻ അനുമതി നൽകിയതോടെ ഓപ്പറേഷൻ കൂടുതൽ സജീവമായി. LPG കപ്പലായ ശിവാലിക്കാണ് ഇതിൽ ഏറ്റവും പ്രധാനം. 40,000 മെട്രിക് ടൺ LPGയുമായി വരുന്ന ഈ കപ്പലിന് വെറുതെ ഒരു അനുമതി മാത്രമല്ല ലഭിച്ചത്. കപ്പൽ കടലിടുക്ക് കടക്കുന്നത് വരെ ഇറാന്റെ സൈനിക ബോട്ടുകൾ അകമ്പടി നൽകി. ഹോർമുസ് പിന്നിട്ട ഉടനെ തന്നെ ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾ ശിവാലിക്കിന് ചുറ്റും ഒരു സുരക്ഷാ കവചം തീർത്തു. അതേസമയം സൗദി അറേബ്യയിൽ നിന്നുള്ള 1,35,335 മെട്രിക് ടൺ ക്രൂഡ് ഓയിലുമായി ഷെൻലോങ് സൂയിസ് മാക്സ് ബുധനാഴ്ച മുംബൈ തീരത്തെത്തിയിരുന്നു. ഈ കപ്പലിന്റെ വരവ് വെറും ഒരു ചരക്ക് നീക്കമല്ല. ടെഹ്റാനിൽ നിന്നും അനുമതി വാങ്ങി യുദ്ധമേഖലയിലൂടെ വിജയകരമായി കടന്നു വന്ന ഈ കപ്പൽ ഇന്ത്യയുടെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. ഇന്ത്യയിലേക്ക് വരാനിരിക്കുന്ന അടുത്ത LPG കപ്പലും ഉടൻ തന്നെ ഈ റൂട്ടിലൂടെ സുരക്ഷിതമായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.
വിജയങ്ങൾക്കിടയിലും ഇന്ത്യ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യത്തിന്റെ 50% വിദേശത്ത് നിന്നാണ് വരുന്നത്. അതിൽ വലിയൊരു ഭാഗം ഖത്തറിൽ നിന്നാണ്. ഇറാന്റെ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഖത്തർ എനർജി താൽക്കാലികമായി ഉൽപാദനം നിർത്തിയത് ഏഷ്യൻ രാജ്യങ്ങളെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഇതിനെയും തന്ത്രപരമായി നേരിട്ടു. പെട്രോളിയം മന്ത്രാലയം ഉടൻ തന്നെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രാജ്യത്തെ ഗ്യാസ് വിതരണം 4 മുൻഗണന വിഭാഗങ്ങളായി തിരിച്ചു. സിറ്റി ഗ്യാസ് വിതരണം, വളം നിർമ്മാണശാലകൾ, വൈദ്യുതി ഉൽപാദനം എന്നിവയ്ക്ക് തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്തി. വരാനിരിക്കുന്ന ക്ഷാമം മുൻകൂട്ടി കണ്ട് ഇന്ത്യ നടത്തിയ ഈ പ്ലാനിംഗ് ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിൽ പെട്രോളിയം മന്ത്രാലയം വലിയ പങ്ക് വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ നൽകിയ കണക്കുകൾ ഇന്ത്യയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ 70% ഹോർമുസ് കടലിടുക്കിന് പുറത്തുള്ള പാതകളിലൂടെയാണ്. ഉദാഹരണത്തിന് റഷ്യയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഹോർമുസ് അടച്ചാൽ പോലും ഇന്ത്യ പെട്ടെന്ന് നിശ്ചലമാകില്ല. കൂടാതെ രാജ്യത്തെ LPG ഉൽപാദനം ഒറ്റയടിക്ക് 28% സർക്കാർ വർദ്ധിപ്പിച്ചത്. സിലിണ്ടറുകൾക്ക് ക്ഷാമം ഉണ്ടാകുമെന്ന് ഭയന്ന് ആളുകൾ പാനിക് ബൈയിങ് നടത്തേണ്ടതില്ലെന്ന ഉറച്ച സന്ദേശമാണ് സർക്കാർ നൽകുന്നത്. എന്തുകൊണ്ടാണ് അമേരിക്കയും ഇറാനും ഇന്ത്യയെ ബഹുമാനിക്കുന്നത്? കാരണം ഇന്ത്യ ഒരിക്കലും ഒരു രാജ്യത്തിന്റെ പക്ഷം ചേർന്ന് മറ്റൊന്നിനെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നമ്മൾ കണ്ടതും ഇതാണ്. അമേരിക്കയുടെ ഉപരോധങ്ങളെല്ലാം മറികടന്ന് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യ കാണിച്ച ആർജവം ലോകം മുഴുവൻ കണ്ടതാണ്. ഇന്ന് പശ്ചിമേഷ്യയിലും ഇന്ത്യ ഫസ്റ്റ് പോളിസിയാണ് നടപ്പിലാക്കുന്നത്. ഇറാന്റെ മിസൈലുകൾക്ക് ഇന്ത്യൻ കപ്പലുകളെ തൊടാൻ കഴിയില്ല എന്നതിനർത്ഥം ഇന്ത്യ അത്രത്തോളം ശക്തമായ നയതന്ത്ര ബന്ധങ്ങൾ അവിടെ വളർത്തിയെടുത്തു എന്നാണ്. വൻ ശക്തികൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു. ഇത് ഭാരതത്തിന്റെ മാറിയ നയതന്ത്ര കരുത്തിന്റെ അടയാളമാണ്. ഹോർമുസ് കടലിടുക്കിൽ നിന്നും മുംബൈ തീരത്തേക്ക് എത്തിയ ഓരോ എണ്ണ ടാങ്കറും ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ഈ 21ാം നൂറ്റാണ്ടിൽ ഭാരതത്തെ അവഗണിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ ഒരടി പോലും മുന്നോട്ട് വെക്കാൻ ആർക്കും കഴിയില്ല. യുദ്ധഭൂമിയിൽ നമ്മുടെ കപ്പലുകൾക്ക് കാവലൊരുക്കാൻ നമ്മുടെ നാവികസേനയും ആ കപ്പലുകൾക്ക് വഴി തുറന്നു കൊടുക്കാനായി നമ്മുടെ നയതന്ത്രജ്ഞരും സജ്ജരാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കുമെന്ന് ആർക്കും അറിയില്ല. എണ്ണവില ഉയരാം, പ്രതിസന്ധികൾ വരാം. പക്ഷേ ഒന്നുറപ്പാണ്, ഏതൊരു വെല്ലുവിളിയെയും നേരിടാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ്. ഇറാൻ നൽകിയ ഈ പ്രത്യേക പരിഗണന ഇന്ത്യയുടെ വിജയമാണ്, ഓരോ ഭാരതീയന്റെയും വിജയമാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പശ്ചിമേഷ്യയിലെ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഈ സമാധാനപരമായ ഇടപെടൽ ശരിയായ ദിശയിലാണോ ഉള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.